അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. അതുപോലെ ഇത് വസ്ത്രമല്ല, അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. ഇത് വസ്ത്രം തന്നെയാണ്, പക്ഷെ ഈ വസ്ത്രത്തിനൊരു പരമാർത്ഥമുണ്ട്, ഒരു തത്വമുണ്ട്, ഇത്രേ പറയുന്നുള്ളൂ. അതാണ് മായ അല്ലെങ്കിൽ ഭ്രാന്തി എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം. അതിനെ ആർക്ക് അംഗീകരിക്കാൻ പ്രയാസം? ഇതിലൊരു തത്വമുണ്ട്. ഇത് വസ്ത്രമല്ലെന്നല്ല, വസ്ത്രത്തിലൊരു തത്വമുണ്ട്. എന്താണ്? അത് നൂലാണ്. അപ്പോ ഈ വസ്ത്രാനുഭവം അതല്ലെന്ന് പറയാൻ പറ്റുമോ? അതൊരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ ഈ പ്രപഞ്ചാനുഭവം, ശബ്ദസ്പർശ രൂപരസഗന്ധാനുഭവം, അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്നല്ല പറയുന്നു. പക്ഷെ ഈ അനുഭവങ്ങളിൽ ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മൾ അനുഭവിക്കുന്നതാണ്, സത്യത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അനുഭവത്തിൽ സത്തയുടെ അനുഭവമുണ്ട്. അതാരാ നിഷേധിക്കുന്നു? സർവത്ര അനുസ്യൂതമായിരിക്കുന്ന സത്തയുടെ അനുഭവമുണ്ട്. സർവത്ര അനുസ്യൂതമായിരിക്കുന്ന ബോധ അനുഭവമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. വസ്ത്രത്തിൽ അനുസ്യൂതമായിരിക്കുന്ന നൂലിന്റെ അനുഭവമുണ്ട്. അത് ശ്രദ്ധിക്കാനാ പറയുന്നത്. അല്ല വസ്ത്രമല്ലെന്നൊരിടത്തും പറയുന്നില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല? ഏതെങ്കിലും ഒരിടത്ത് പറയുന്നില്ല. അങ്ങനെ പറയുന്നവർ കാണും. ചിലർക്ക് ചില സ്റ്റേജിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നതാണ്. അദ്വൈതമാണെന്ന് പറഞ്ഞു അസംബന്ധങ്ങൾ വിളിച്ചു പറയും. ചിലപ്പോൾ നമ്മളുമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടാവും. അത് ഇവിടെ പറയുന്നില്ല, അദ്വൈതത്തിലത് പറയുന്നില്ല. ഇതനുഭവം തന്നെയാണ്. പക്ഷെ ഈ അനുഭവത്തിന്റെ പരമാർത്ഥം, ഒരു അനുഭവത്തിന്റെ പരമാർത്ഥം എന്ന് പറയുമ്പോൾ അനുഭവത്തിന്റെ നിലയുണ്ട് എന്നുള്ളതാണ്. പരമാർത്ഥം എന്ന് പറയുന്നതും ബോധമാണ്. ഇപ്പോൾ ഉള്ള അനുഭവം ബോധം തന്നെ. ഇപ്പോൾ ഇതിനെ ഞാൻ വസ്ത്രമായി കാണുന്നു, ഇതൊരു അനുഭവമാണ്. ഇനി ഇതിനെ നൂലായി കാണുന്നു, ഇതും ഒരു അനുഭവമാണ്. രണ്ടും അനുഭവമാണ്. നൂലാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലേ? നമ്മൾ വസ്ത്രം കാണുമ്പോൾ ചോദിക്കുന്നു, ഇതെന്ത് നൂലുകൊണ്ടുണ്ടാക്കിയത്? പട്ടുനൂല് കൊണ്ടാണോ, അതേ പരുത്തി നൂല് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും പോളിസ്റ്റർ നൂല് കൊണ്ടാണോ? അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരി, അങ്ങനെ ഇന്ന നൂല് കണ്ടാണ് ഇതുണ്ടായത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വസ്ത്രമല്ലെന്ന് പറയാൻ പറ്റും. ഇനി ഇത് വസ്ത്രമല്ല എന്നാർക്കും പറയാൻ പറ്റും. ഇതുവരെ ഞാൻ കണ്ടത് വസ്ത്രമല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല. ഇനി നൂലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വസ്ത്രത്തിന്റെ അനുഭവം ഇല്ലെന്ന് പറയാൻ പറ്റുമില്ല. ഇതാണ് അദ്വൈതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. മുമ്പും വസ്ത്രത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. നൂലെന്നറിഞ്ഞാലും വസ്ത്രത്തിന്റെ അനുഭവമുണ്ട്. ഇനിയും ആ വസ്ത്രത്തിന്റെ അനുഭവമുണ്ട്. ആ വസ്ത്രത്തിന്റെ അനുഭവത്തിൽ യാതൊരു മാറ്റവും വരത്തില്ല. വസ്ത്രത്തിന്റെ അനുഭവം വസ്ത്രമായിട്ട് തന്നെയാണ്. അത് മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അത് നടക്കാത്ത കാര്യമാണ്. ഇത് നൂലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രാനുഭവം മാറത്തില്ല. മറിച്ച് എന്താണ്, അവിടെ ഒരു പുതിയ ബോധം കൂടെ ഉണ്ടായി. ഇതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് നൂലാണ്. ഇത് അല്ല പറയുന്നു, ഇത് കോട്ടണാണ്. എന്തുകൊണ്ട്? കോട്ടൺ നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. വസ്ത്രം പ്രതീതി മാറുന്നില്ല, വസ്ത്രാനുഭവം മാറുന്നില്ല. അപ്പോൾ ഈ രണ്ട് ബോധത്തെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായ അനുഭവം ഇത് വസ്ത്രമെന്നുള്ള ബോധം, ചിന്തിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? അത് നൂലാണെന്നുള്ള ബോധം. അപ്പോൾ ഈ രണ്ടനുഭവങ്ങളെയും തട്ടിച്ചു കഴിഞ്ഞാൽ പറയും, ഒന്ന് അതിന്റെ പരമാർത്ഥമായ ജ്ഞാനം എന്ന് പറയും. എന്തുകൊണ്ട്? വസ്ത്രം ചിലപ്പോൾ കോട്ടണാകാം, അല്ലെങ്കിൽ
പട്ടാകാം, എന്തുമാകാം. പക്ഷെ എന്താണ് അതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നൂല് പറയും, ഇപ്പോൾ എനിക്ക് ഈ വസ്ത്രത്തെക്കുറിച്ചുള്ള ശരിയായ അറിവുണ്ടായി. എങ്ങനെ അറിവുണ്ടായി? നൂലിനെ അറിഞ്ഞുകൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഭ്രാന്തി ഉണ്ടാകും. കോട്ടൺ കണ്ടിട്ട് പട്ടാണെന്ന് തോന്നും, പട്ട് കണ്ടിട്ട് കോട്ടണെന്ന് തോന്നും, അതൊക്കെ ഉണ്ടാകാം. പക്ഷെ എപ്പോഴാണോ അത് നൂലാണെന്നറിയുന്നത്, അത് പറയും, ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ കാണുന്ന വസ്തുവിന്റെ ശരിയായ ബോധം എനിക്കുണ്ടായി. ഇത് നൂലാണെന്ന് ഞാൻ ധരിച്ചു. ആ നൂലിന്റെ വിശേഷത കൂടെ മനസ്സിലാക്കി. എങ്ങനെയുള്ള നൂലാണ്? അത് പട്ടാണ്. അതുപോലെ ഈ പ്രപഞ്ചം ഇത് സച്ചിദാനന്ദമാണ് എന്നറിയുന്നുകൊണ്ട് വസ്ത്രബോധം മാറുന്നുണ്ടോ? ഇല്ല. മറിച്ച് അതിന്റെ പരമാർത്ഥം ഉണ്ടാകുന്നേ ഉള്ളൂ. ആ പരമാർത്ഥ ബോധത്തിൽ ആ പരമാർത്ഥ ബോധത്തിന് ഈ വസ്ത്രബോധം തടസ്സമല്ല. ഇത് തടസ്സമാണെന്ന് വിചാരിക്കുന്നതിനാണ് അവിദ്യ, അജ്ഞാനം എന്നൊക്കെ പറയുന്നത്. പരമാർത്ഥത്തെ അറിയുന്നത്. നമ്മളെന്താ ശ്രമിക്കുന്നത്? ഈ വസ്ത്രബോധത്തെ മാറ്റിയിട്ട് അത് നൂലാണെന്നുള്ള ബോധത്തെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. വസ്ത്രബോധത്തെ പൊതുവെ മാറ്റിക്കളയുക, എന്നിട്ട് നൂലെന്നുള്ള ബോധത്തിൽ നീക്കുക. ഇതിനാണ് സമാധി എന്ന് പറയുന്നത്. ഈ ശ്രമത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ശ്രമത്തിന് പ്രപഞ്ചം മറക്കണം, പ്രപഞ്ചം വിസ്മരിക്കണം, പ്രപഞ്ചബോധം ഉണ്ടാകാതിരിക്കണം. ഇതെന്തോ മഹാകാര്യം എന്നാണ് പറയുന്നത്. അതൊരു മഹാകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സുഷുപ്തി അനുഭവം തന്നിരിക്കുന്നത്. അവിടെ ഈ പ്രപഞ്ചബോധം മാറിയിട്ട് ഒരു വിശേഷവും സംഭവിച്ചില്ല. വീണ്ടും അത് കടന്നു വന്നു, വീണ്ടും പഴയതുപോലെ തന്നെ. എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചബോധം മാറിയുകൊണ്ട് വിശേഷിച്ച് യാതൊരു കാര്യമില്ല. അതുകൊണ്ടൊരു പ്രയോജനമില്ല. മറിച്ച് പരമാർത്ഥബോധം ഉണ്ടാവണം. അത് പ്രയോജനമുള്ളതാണ്. ഇതാണ് പരമാർത്ഥം എന്നറിയുമ്പോൾ അവൻ അതിന്റെ മൂല്യം മനസ്സിലാകും. അല്ലാത്തവൻ മനസ്സിലാകും. പട്ടിന്റെയും കോട്ടന്റെയും മൂല്യം ഒന്നാണല്ല. അതിന്റെ മൂല്യം അവന് മനസ്സിലാകും. അതിനാണ് പറയുന്ന ആ ബോധം കൊണ്ട് പരമാർത്ഥബോധത്തിൽ അവൻ മുക്തനാകുന്നു, പരമാർത്ഥബോധത്തിൽ അവൻ കൃതകൃത്യനാകുന്നു. അപ്പോൾ അതുവരെയുള്ള കൽപ്പനകളെല്ലാം മാറി. വസ്ത്രം കണ്ടിട്ട് പലതും സംശയിച്ചു. എന്താണിത്? കോട്ടനാണോ പട്ടാണോ? പലതരത്തിലുള്ള സംശയം. പക്ഷേ നൂലിനെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, നൂലിനെ അതിന്റെ തനിമയിൽ ഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം മാറി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറി. പിന്നെ അവൻ എന്ത് മനസ്സിലാക്കുന്നു? ആ വസ്ത്രത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കുന്നു ഇത് ഇന്നതാണ്, പട്ടുവസ്ത്രമാണ്. അതിന്റെ തത്വത്തെ അവൻ ഗ്രഹിക്കുന്നു. ആ തത്വബോധത്തിൽ പിന്നെ വരുന്ന ബോധങ്ങളെല്ലാം അന്തർഭവിക്കുന്നു. അതിലന്തർഭവിച്ചിരിക്കുകയാണ്. ആ തത്വബോധത്തിൽ പിന്നെ അതിന് വേറെ അഭ്യാസമൊന്നുമില്ല. ഇത് പ്രയാസമുള്ള കാര്യമല്ല, നമ്മളീ കരുതുന്നില്ല. ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇത് വഴിയാമണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു ബാലികേറാമലയാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരനൊന്നും പറ്റിയൊരു കാര്യമില്ല. ഇതൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തിയാണ്, ഭ്രമമാണ്. ഇത് ഭ്രാന്തിയെ നിരാകരിക്കുന്നതാണ്. ആ ഭ്രാന്തിയെ നിരാകരിക്കുന്നു. മറിച്ച് നമ്മൾ എന്തനുഭവത്തിലാണോ നിൽക്കുന്നത് ആ അനുഭവത്തെ ഒട്ടും നിഷേധിക്കുന്നുമില്ല.
പരമാർത്ഥ ബോധത്തിൽ ആ അനുഭവം അന്തർഭവിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബോധം ഉണ്ടാകുന്നു അവന്റെ ശരീരനാശം വരെ. ഈ ശരീര പ്രപഞ്ചം ഇതിനെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. ആ ബോധം അത് അവനെ സംബന്ധിച്ച് ഭ്രാന്തിയല്ല. അതുവരെ ഭ്രാന്തിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ അത് ഭ്രാന്തിയല്ല എന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചം മായയാണ്, ഭ്രാന്തിയാണ് എന്നെല്ലാം പറയുന്നത് ഈ ബോധം ഉണ്ടാകാത്തവരെ സംബന്ധിച്ചിട്ടാണ് ഇത് മായ എന്നെല്ലാം പറയുന്നു. ഈ ബോധം ഉണ്ടായവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭ്രാന്തി മായൊന്നുമില്ല. അത് മാറിക്കഴിഞ്ഞു. പിന്നെങ്ങനെ അവന് ലോകം മായാകുന്നു? അങ്ങനെ സംഭവിക്കും. അതൊക്കെങ്ങനെ പറയാൻ പറ്റും? ഈ ലോകം മായയാണ്. ഇതാരെ സംബന്ധിച്ചു? മായ മാറിയവനെ സംബന്ധിച്ചാണ്. അല്ലല്ലോ. തത്വം അറിഞ്ഞവനെ സംബന്ധിച്ചാണോ? മായ മാറിയവനെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയായി ഈ പ്രപഞ്ചം മായ? അവന് മായയാകാനിവിടെ എന്താ ഉള്ളത്? ഭ്രാന്തിയാകുന്നതിന് എന്താ ഉള്ളത്? സ്വപ്നം വിട്ടവന് പിന്നെ സ്വപ്നമുണ്ട്. സ്വപ്നം ഭ്രാന്തിയാണെന്ന് പറയുന്നത് ശരി. പക്ഷെ സ്വപ്നം വിട്ടവനതുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇത് മായയല്ല, ഭ്രാന്തിയല്ല. അത് മനസ്സിലാക്കാത്തവന് അത് മനസ്സിലാക്കി കൊടുക്കുന്ന യുക്തിയാണ് പറയുന്നത്. എന്താണ് ഈ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്ന ആ യുക്തി, അതിനാണ് പറയുന്നത് എന്താണ്? ഭ്രാന്തിയാണ്, മായയാണ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ. പറയുന്നു ഇത് രജ്ജുവിലെ സർപ്പം പോലെയാണ്, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ഇതൊക്കെ ഭ്രാന്തിയാണ്, ഒരു തർക്കമില്ല. സ്വപ്നം പോലെയാണ്. ഇതെപ്പോഴാണ് പറയേണ്ടി വരുന്നത്? ഈ ബോധം ഉണ്ടാകുന്നത് വരെ. ഈ കാണുന്ന അനുഭവത്തിനൊരു സമാധാനം പറയുന്നതേ ഉള്ളൂ. അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ആ തത്വത്തെ മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനിവിടെ നിഷേധിക്കുന്നില്ല, ഒരു അനുഭവത്തെ നിഷേധിക്കുന്നില്ല. മറിച്ച് പറയുന്നത് ഇതാണ് പരമാർത്ഥം. ആ പരമാർത്ഥം എന്നുള്ള ബോധം, ആ ബോധം അതിനെ വിദ്യ എന്ന് പറഞ്ഞു. ആ വിദ്യ പറയുന്നു അവിദ്യ നശിപ്പിക്കുന്നു. അവിടെ നശിപ്പിക്കുന്ന അവിദ്യ ഏതാണ്? അത് അറിയാത്തവന്റെ ഭ്രാന്തി, അതിനെ നശിപ്പിക്കുന്നു. അറിയുന്നവനെ നശിപ്പിക്കാൻ ഭ്രാന്തി അവിടെ ഇല്ലല്ലോ. അപ്പോ ശ്രോതാവിന്റെ ഭ്രാന്തിയെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അങ്ങനെ പറയുന്നു. ഇതിൽ വരുന്ന ഭ്രാന്തികൾ, അദ്വൈത ചിന്തയിൽ വരുന്ന പലതരത്തിലുള്ള ഭ്രാന്തികൾ, അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയും. അല്ലാതെ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടില്ല. ഈ അനുഭവം ഇങ്ങനെ നിലനിൽക്കുന്നു, ഈ അനുഭവത്തിന്റെ പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നു. പരമാർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ ആ പരമാർത്ഥത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ അനുഭവവും നിൽക്കുന്നു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ല സൂര്യന്റെ പ്രകാശത്തിൽ ഒരു മെഴുതിരി കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ അവിടെ അത് പ്രകാശിക്കും. പക്ഷെ അത് സൂര്യപ്രകാശത്തിൽ തന്നെ പ്രകാശിക്കും. അതിനെന്താ സൂര്യപ്രകാശത്തിൽ നിന്ന് മാറി ഇന്ന് പ്രകാശിക്കാൻ പറ്റും? വേറെ വല്ല സ്ഥലമുണ്ട്? സൂര്യപ്രകാശത്തെ വിട്ടുപോകാൻ പറ്റുമില്ല. അത് സൂര്യപ്രകാശത്തിൽ അതും പ്രകാശിക്കുന്നു. അതുപോലെയുള്ള ഈ നമ്മൾ ഈ ദ്വൈത ഭ്രാന്തി എന്ന് വിളിക്കുന്ന ഈ അനുഭവങ്ങൾ എവിടെ? ഇതിന്റെ തത്വത്തെ ഗ്രഹിച്ചവന്റെ ബോധത്തിൽ. ഈ ദ്വൈതഭ്രാന്തി എന്ന് പറയുന്ന അനുഭവങ്ങൾക്ക് അതേ ഉള്ളൂ. സൂര്യപ്രകാശത്തിലുള്ള മെഴുകുതിരിയുടെ പ്രകാശം അതവിടെ നിൽക്കുന്നുണ്ട്. സൂര്യന് വല്ല തകരാറുണ്ട്? ഒന്നുമില്ലല്ലോ. സൂര്യപ്രകാശത്തിന് എന്തെങ്കിലും മാറ്റം കൂട്ടാൻ ഇതിന് കഴിയുമോ? മെഴുകുതിരിയുടെ വെളിച്ചത്തിന് കഴിയുമോ? ഇല്ല. ഇതിനെന്തോ മനസ്സിലാക്കാൻ എന്താ പ്രയാസം? അതുകൊണ്ട് ദ്വൈതമിവ പറയും. അതുകൊണ്ടാണ് ഇത് ദ്വൈതം എന്ന് വിളിക്കാത്തത്. ദ്വൈതം പോലെ എന്നർത്ഥം. ദ്വൈതം പോലെ വരുന്നു.